The Gospel according to St. Mark chapter 10, verses 46 and 47. Then they came to Jericho as Jesus and his disciples, together with a large crowd, were leaving the city. A blind man, Bartimaeus, began to shout, "Jesus, son of David, have mercy on me." അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തീമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, "ദാവീദ് പുത്ര, യേശുവെ, എന്നോട് കരുണ തോന്നണമേ" എന്ന് നിലവിളിച്ച് തുടങ്ങി. Bartimaeus, though physically blind, saw more clearly than the crowd. In the noise and bustle of Jericho, he recognized what others missed. The Messiah was passing by. ശാരീരികമായി അന്ധനായിരുന്നുവെങ്കിലും ബർത്തിമായി യെരിഹോവിൻ്റെ തിരക്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു: മശിഹായാണ് കടന്നു പോകുന്നത്. His cry, "Jesus, son of David, have mercy on me," echoed the deep longing of every human soul for healing, for hope, for wholeness. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥന എല്ലാ ആത്മാവിൻ്റെയും മനുഷ്യ ആത്മാവിൻ്റെയും ആഴമായ വാഞ്ഛയുടെ കരച്ചിലാണ്. സൗഖ്യത്തിന് വേണ്ടിയുള്ള കരച്ചിൽ, പ്രത്യാശയുടെയും പരിപൂർണതയിലേക്കും വീണ്ടെടുക്കപ്പെടുവാനുള്ള കരച്ചിൽ. He was not silenced by shame or discouraged by those who tried to quiet him. Instead, he cried out all the more. അവൻ നിലവിളിച്ചപ്പോൾ അവനെ നിശബ്ദനാക്കുവാൻ പലരും ശ്രമിച്ചുവെങ്കിലും എത്രമാത്രം അവനെ നിശബ്ദനാക്കുവാൻ ശ്രമിച്ചുവോ അത്രമാത്രം ഉച്ചത്തിൽ അവൻ കരഞ്ഞു. This is the cry of Lent. In our spiritual blindness, in our daily noise, we call out not with perfect words, but with persistent hearts. നോമ്പിൽ നാം നിലവിളിച്ച് കരയണം. നമ്മുടെ ആത്മീയ അന്ധതയും ബാഹ്യമായ ഒച്ചപ്പാടും എല്ലാമാകുമ്പോൾ നമ്മളെ താഴ്ത്തുന്ന പല കാര്യങ്ങളും കാണുമായിരിക്കാം. എന്നാലും ഇടറാത്ത, തളർന്നു പോകാത്ത ഹൃദയം കൊണ്ട് ദൈവത്തോട് നാം നിലവിളിക്കണം. The world may tell us to be quiet, to be self-sufficient, but grace responds to desperate faith. ലോകം നമ്മോട് പറയുന്നു, നാം സമ്പൂർണരാണ്, പരിപൂർണരാണ്, ദൈവത്തെ വിളിക്കണ്ട. എന്നാൽ വിശ്വാസത്തോടെ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം കരുണയോടെ പ്രതികരിക്കുന്നു. Jesus stood still at Bartimaeus' voice. He still does today for you, for me. ബർത്തിമായി കരഞ്ഞപ്പോൾ യേശു അവിടെ നിന്നു എന്ന് സുവിശേഷം പറയുന്നു. നമുക്ക് വേണ്ടിയും നമ്മുടെ കർത്താവ് നിൽക്കുന്നു ഇന്നും എന്നും. Lent invites us to shed our pride, to cast off our cloaks, and with courage cry out, "Have mercy on me." നമ്മുടെ അഹന്തയെ വെടിഞ്ഞ് തിന്മയുടെ പുറം കുപ്പായം നമ്മൾ കളഞ്ഞ് വിശ്വാസത്തോടെ നിലവിളിക്കണം: യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. In that cry is the beginning of sight, the beginning of transformation. ഈ കരച്ചിലാണ് കാഴ്ചയുടെ ആരംഭം, രൂപാന്തരത്തിൻ്റെ ആരംഭം. May we never tire of calling upon the name that heals. നമ്മെ സൗഖ്യമാക്കുന്ന ക്രിസ്തുവിൻ്റെ നാമം എന്നും ഉച്ചത്തിൽ നിലവിളിക്കുവാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.